കണ്ണൂർ MSFൽ തർക്കം രൂക്ഷം. മാനദണ്ഡം മറികടന്ന തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങൾ സംസ്ഥാന നേതൃത്വം മരവിപ്പിച്ചു. ഫെലിക്സ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഫെലിക്സ്, ആരുടെയൊക്കെ ഭാരവാഹിത്വമാണ് മരവിപ്പിച്ചത്? ഇങ്ങനെ മാനദണ്ഡങ്ങൾ മറികടന്ന ഒരു സ്ഥാനമാനങ്ങൾ നൽകിയത് എന്തിനായിരുന്നു? ഇന്നലെ ചേർന്ന MSFന്റെ ജില്ലാ കൗൺസിൽ യോഗമാണ് പുതിയ ഭാരവാഹി പട്ടിക പുറത്തിറക്കിയത്. അതിൽ പ്രധാനമായും രണ്ടുപേരുടെ ഭാരവാഹിത്വം മാനദണ്ഡങ്ങൾ ലംഘിച്ചാണെന്ന് കണ്ടെത്തി സംസ്ഥാന നേതൃത്വം മരവിപ്പിക്കുകയാണ് ഉണ്ടായത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജനറൽ സെക്രട്ടറിയായ റംഷാദ്, ഒപ്പം തന്നെ ട്രഷററായ അനസ്, ഈ രണ്ട് ഭാരവാഹിത്വം ആ സ്ഥാനങ്ങൾ മരവിപ്പിച്ചു. പ്രധാനപ്പെട്ട കാര്യം, അധ്യാപകരായവർക്ക് MSFൽ ഭാരവാഹിത്വ പട്ടികയിലേക്ക് വരാൻ കഴിയില്ല എന്നതാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ മാനദണ്ഡങ്ങളിൽ പറഞ്ഞിരുന്നത്. പക്ഷെ അത് ലംഘിച്ചുകൊണ്ടാണ് ഈ രണ്ട് അധ്യാപകരായവരെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കണ്ണൂരിൽ ഇന്നലെ യോഗം നടക്കുന്ന സമയത്ത് തന്നെ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. MSFന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി CK നജാഫിന്റെ പക്ഷവും ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരിയുടെ ഒപ്പമുള്ളവരും തമ്മിലാണ് ഈ തർക്കം നിലനിന്നിരുന്നത്. അങ്ങനെ നജാഫിനെ മറികടന്നുകൊണ്ട് ഈ രണ്ടു പേരെ ഇതിൽ ഉൾപ്പെടുത്തി. അതാണ് വലിയ പ്രശ്നങ്ങൾക്ക് തുടക്കം വെച്ചത്. ഫെലിക്സ് പുളിക്കലാണ് വിവരങ്ങൾ നൽകിയത്.